Hi friends, it's me Rafika CT. Welcome to my channel Learn to Study. ഇന്നത്തെ വീഡിയോയിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ്, അതായത് പാർട്ട് എയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സെൻസസ് എന്ന് പറയുന്നത്. സെൻസസ് സിംപ്ലി മീൻസ് എ കംപ്ലീറ്റ് സർവേ ഓഫ് പോപ്പുലേഷൻ. ദെൻ ദാറ്റ് ഈസ് സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോപ്പുലേഷനിലാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻസസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തിട്ട് സർവേ നടത്തിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പോപ്പുലേഷൻ എന്നറിയണം. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പോപ്പുലേഷൻ എന്താന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിറ്റിയിലെ കോളേജ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഓഫ് കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മളുടെ റിസർച്ചിൻ്റെ ടോപ്പിക് എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റി നമ്മൾ സെലക്ട് ചെയ്യാണ്. ആ സിറ്റിയിലെ കംപ്ലീറ്റ് കോളേജിലെയും സ്റ്റുഡൻസ് നമ്മളുടെ ഈ ഒരു സ്റ്റഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ സിറ്റിയിലുള്ള മൊത്തം കോളേജിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ സിംപ്ലി മീൻസ് ദി ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസിന്റെ ടോട്ടൽ നമ്പറിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ റിസർച്ചിന് എത്ര പേരെയാണ് ആവശ്യമായിട്ട് വരുന്നത്? നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലെ മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ആൾക്കാരെയാണോ ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരുടെ അടുത്തു നിന്നാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആ പേഴ്സൺസ് എല്ലാം നമ്മളുടെ പോപ്പുലേഷന്റെ ഭാഗമാണ്. ഇപ്പോൾ സപ്പോസ് ഒരു സിറ്റിയിൽ ഒരു 10 കോളേജ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 10 കോളേജിലെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് നമ്മളുടെ പോപ്പുലേഷൻ ആണ്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആണ് സിംപ്ലി നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു പോപ്പുലേഷൻ ആണ്. ഓക്കെ, ഇത് പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആണ് ഇതിൽ വരുന്നത്. സപ്പോസ് നമുക്കൊരു 20,000 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സാമ്പിൾ സിംപ്ലി മീൻസ് എ സബ്സെറ്റ് ഫ്രം എ സെറ്റ് ഓഫ് പോപ്പുലേഷൻ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എ സബ്സെറ്റ് ഫ്രം എ സെറ്റ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ ഒരു പാർട്ട്, അല്ലെങ്കിൽ ഇതൊരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ സെൻസസും ഉണ്ട്, സാമ്പിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള സർവേ ആണ് വരുന്നത്. ഇപ്പം നമ്മൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനറിന്റെ സഹായത്തോടു കൂടി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള സർവേ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് സെൻസസ് സർവേ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സാമ്പിൾ സർവേ. അപ്പോൾ ഒന്നാമത്തത് സെൻസസ് സർവേയും രണ്ടാമത്തത് സാമ്പിൾ സർവേയും ആണ്. ഓക്കെ, അപ്പോൾ സെൻസസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സർവേ കണ്ടക്ട് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷനിലുള്ള മൊത്തം ആൾക്കാരുടെ അടുത്തു നിന്നും, അതായത് ഓരോ പേഴ്സൺസിൻ്റെ അടുത്തുനിന്ന്, ഓരോ ഇൻഡിവിജ്വലിൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സ്, അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഓരോ യൂണിറ്റ്സിൻ്റെ അടുത്തുനിന്നും നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൻസസ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റ എന്നും പറയും. അപ്പോൾ വാട്ട് ഈസ് സെൻസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു എ കംപ്ലീറ്റ് സർവേ ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് എ സെൻസസ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു മീനിങ് ആണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റ. സെൻസസ് മീൻസ് കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഡാറ്റന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് മൊത്തം പേഴ്സൺസിൻ്റെ അടുത്തു നിന്നാണെന്നുണ്ടെങ്കിൽ അതിനെ സെൻസസ് സർവേ എന്ന് പറയും. ഇനി സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പോപ്പുലേഷൻ, ഈ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റ് ആണ് സാമ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാമ്പിളിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സാമ്പിൾ സർവേ എന്ന് പറയും. ഓക്കെ,
അപ്പോൾ സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് പോപ്പുലേഷനിലുള്ള മൊത്തം ആൾക്കാരുടെ അടുത്തുനിന്നും നമ്മൾ ഓരോ യൂണിറ്റ്സിൻ്റെ അടുത്തുനിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ്, സർവേയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെൻസസ് സർവേ എന്ന് പറയുന്നത്. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് സർവേ അതിൻ്റെ രണ്ട് മെത്തേഡ്സ്, സർവേൻ്റെ രണ്ട് മെത്തേഡ് ഓഫ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സെൻസസ് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് സർവേ ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് സെൻസസ്. ദെൻ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സർവേ ഓഫ് സാമ്പിൾ ഈസ് കോൾഡ് സാമ്പിൾ സർവേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദാറ്റ് ഈസ് വാട്ട് ഈസ് സാമ്പിൾ എന്നുള്ളതാണ്. സാമ്പിൾ മീൻസ് എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ആൻ എൻറ്റയർ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യണ പാർട്ട് ഓഫ് പോപ്പുലേഷനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇതൊരു പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യണ ആ പോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, then next question, what is sampling? എന്താണ് sampling? Sampling is the process of selecting units from a population of interest. അപ്പോൾ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സാമ്പിളിംഗ് ഫ്രെയിം? എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം? ദി ലിസ്റ്റിംഗ് ഓഫ് ദി ആക്സസബിൾ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദി സാമ്പിൾ ഈസ് ഡ്രോൺ ഈസ് കോൾഡ് ദി സാമ്പിളിംഗ് ഫ്രെയിം. അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്, അതായത് പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ യൂണിറ്റ്സിൻ്റെയും ആ ഒരു ലിസ്റ്റ്, അതായത് ഓരോ യൂണിറ്റ്സിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. സിംപ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് ഫ്രെയിം ഈസ് എ ലിസ്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ ആണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് പോപ്പുലേഷനിലുള്ള കംപ്ലീറ്റ് യൂണിറ്റ്സിൻ്റെയും ഒരു ലിസ്റ്റ്, അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സാമ്പിൾ സൈസ്. അപ്പോൾ സാമ്പിൾ സൈസ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി ചൂസൺ ഫ്രം ദി പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് എത്ര യൂണിറ്റ്സിനെയാണോ ചൂസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു റിസർച്ചർ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെയാണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ 30 ആൾക്കാരെ സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 30 ആണ്. 100 ആൾക്കാരെ സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ സാമ്പിൾ സൈസ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി ചൂസൺ ഫ്രം ദി പോപ്പുലേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് റാൻഡം സാമ്പിളിംഗ് ആണ്. റാൻഡം സാമ്പിളിങ്ങിന്റെ മറ്റൊരു പേര്, റാൻഡം സാമ്പിളിംഗ് ഈസ് ഓൾസോ കോൾഡ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സാമ്പിളിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, പാർട്ട് എയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സർട്ടൻ ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൻസസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എ കംപ്ലീറ്റ് സർവേ ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഡാറ്റ ഈസ് കോൾഡ് സെൻസസ്. ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് സാമ്പിളിംഗ്? ദാറ്റ് ഈസ് ഓൾസോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സാമ്പിളിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ് യൂണിറ്റ്സ് ഫ്രം എ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്ന് യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. The next question, what is a sample? A sample is a representative subset of population. പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സബ്സെറ്റിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടാർഗറ്റ് പോപ്പുലേഷൻ വിച്ച് ഈസ് കെയർഫുള്ളി സെലക്റ്റഡ് ടു റെപ്രസെന്റ് ദി പോപ്പുലേഷൻ. അപ്പോൾ ടാർഗറ്റ് പോപ്പുലേഷൻ്റെ ഒരു ഭാഗമാണ് അത്. നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി സെലക്ട് ചെയ്യണം, കാരണം അത് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഇൻ സാമ്പിൾ സർവേ വി കവർ ഓൺലി എ സാമ്പിൾ ഓഫ് റെസ്പോണ്ടൻസ്. ഇപ്പോൾ സാമ്പിൾ സർവേ നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാമ്പിൾ ഓഫ് റെസ്പോണ്ടൻസിനെ മാത്രമേ നമ്മൾ കവർ ചെയ്യുള്ളൂ. അതായത് കുറച്ച് സർട്ടൻ പേഴ്സൺസിനെ, ലിമിറ്റഡ് പേഴ്സൺസ് നമ്മൾ സാമ്പിളായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ആ പേഴ്സൺസിനെ മാത്രമേ നമ്മൾ കവർ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് അവരുടെ അടുത്ത് നിന്ന് മാത്രമേ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുള്ളൂ. The items or units of population we are interested in and then draw inference about the whole population. Then അവരെ ബേസ് ചെയ്തിട്ടാണ്, അവർ തരുന്ന ഡാറ്റേനെ അനുസരിച്ചിട്ടാണ് നമ്മൾ എൻറ്റയർ പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം എന്തിനെ ചൂസ് ചെയ്യാനായിട്ട്? സാമ്പിളിനെ ചൂസ് ചെയ്യാനായിട്ട്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വട്ട് ഡു യു മീൻ ബൈ സാമ്പിളിംഗ് ഡിസൈൻ? സാമ്പിളിംഗ് ഡിസൈൻ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഒരു ഫ്രെയിം വർക്ക്, അതാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സാമ്പിൾ ഡിസൈൻ ഇസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. അപ്പോൾ ഗിവൺ പോപ്പുലേഷനിൽ നിന്ന്, നമ്മളടുത്തുള്ള പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യാൻ വേണ്ടി, സാമ്പിളിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പ്ലാനിനെയാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡിസൈൻ ഓർ എ ഫ്രെയിം വർക്ക് ഓർ എ വർക്കിംഗ് പ്ലാൻ that specify the population frame, sample size, sample selection and estimation method in detail. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിൽ, അതായത് സാമ്പിളിംഗ് ഡിസൈനിൽ അല്ലെങ്കിൽ ഫ്രെയിം വർക്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് പോപ്പുലേഷൻ ഫ്രെയിം, അതായത് സാമ്പിൾ ഫ്രെയിം, ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഉണ്ടാവണം. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. സാമ്പിളിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യണം, എത്ര സാമ്പിൾ വേണം എന്നുള്ളത്, എത്ര നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ സാമ്പിളായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം, അതാണ് സാമ്പിൾ സൈസ്. ദെൻ സാമ്പിൾ സെലക്ഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണം, അതായത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ട് നമ്മൾ പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ ചൂസ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി തയ്യാറാക്കുന്ന പ്ലാനാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോപ്പുലേഷൻ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇൻക്ലൂഡിങ് ഓൾ പീപ്പിൾ ഓർ ഐറ്റംസ് വിത്ത് ദി ക്യാരക്ടറിസ്റ്റിക്സ് വൺ വിഷ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സാമ്പിളിംഗ് എറർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വട്ട് യു മീൻ ബൈ എ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എററും നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാമ്പിളിനെ ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വരുന്ന എററിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള എറേഴ്സ് ആണ് ഉണ്ടാവുക, ബയാസ്ഡ് എററും അൺബയാസ്ഡ് എററും. അപ്പൊ എന്താണ് സാമ്പിളിംഗ് എറർ? ദി എറേഴ്സ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദി യൂസ് ഓഫ് സാമ്പിൾ സർവേ ആർ നോൺ എ സാമ്പിളിംഗ് എറർ. അപ്പോൾ സാമ്പിൾ സർവേ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ, എറേഴ്സ്, അതാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ദീസ് ആർ റാൻഡം വേരിയേഷൻ ഇൻ ദി സാമ്പിൾ എസ്റ്റിമേറ്റ് അറൌണ്ട് ദി ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പം നമ്മൾ ഒരു ട്രൂ പോപ്പുലേഷൻ പാരാമീറ്ററിൽ, അതായത് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ കേസിൽ സാമ്പിളിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു മിസ്റ്റേക്കുകൾ. ഓക്കെ, ഇനി സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇൻ സിമ്പിൾ വേർഡ്സ്, ദി എറേഴ്സ് അറൈസിങ് ഡ്യൂ ടു ഡ്രോയിങ് ഇൻഫറൻസ് about the population on the basis of sample is termed as sampling error. ഇപ്പോൾ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പോപ്പുലേഷൻ്റെ ഒരു പാർട്ടാണ് സാമ്പിൾ, ആ സാമ്പിളിനെയാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഒന്നും കിട്ടിയിട്ടില്ല, അപ്പം നമുക്ക് അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. ഓക്കെ, അപ്പം ആ മിസ്റ്റേക്കുകൾ, ഈ സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഡാറ്റേന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോപ്പുലേഷനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ്, പോപ്പുലേഷൻ്റെതും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇൻഫറൻസിലേക്ക്, ഒരു നമ്മളൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് പോപ്പുലേഷനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ഇൻഫറൻസ് ഡ്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് സാമ്പിളിംഗ് എറേഴ്സ് ആണ് അറൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒന്ന് ബയാസ്ഡ് എറേഴ്സും രണ്ടാമത്തത് അൺബയാസ്ഡ് എറേഴ്സും. ബയാസ്ഡ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ആർ എറേഴ്സ് വിച്ച് ആർ ഒക്കറിംഗ് ഡ്യൂ ടു ദി ഫോൾട്ടി സെലക്ഷൻ ഓഫ് ദി സാമ്പിളിംഗ് മെത്തേഡ് ഡ്യൂ ടു ദി പ്രിജുഡൈസ് ഓഫ് ദി റിസർച്ചർ. അപ്പൊ റിസർച്ചറിന്റെ മുൻവിധി കാരണം, അയാളുടെ പ്രിജുഡൈസ് കാരണം, അതായത് റിസർച്ചറിന് ഇതൊക്കെ എനിക്കറിയാം എന്നുള്ളൊരു ധാരണ കാരണം റിസർച്ചർ എന്തെങ്കിലും ഫോൾട്ടി സെലക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള സെലക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ബയാസ്ഡ് എറേഴ്സ്. അതായത് നമ്മൾ കൂടുതൽ അന്വേഷിക്കാതെ, കൂടുതൽ പ്ലാൻ ഒന്നും ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് സാമ്പിൾ സൈസ് ഡ്രോ ചെയ്യുക, സാമ്പിൾ സൈസിനെ നമ്മൾ ചൂസ് ചെയ്യുക, സാമ്പിളിനെയൊക്കെ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ചറിന്റെ കെയർലെസ്നെസ് കാരണം വരുന്ന എറേഴ്സ് ആണ് ബയാസ്ഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അൺബയാസ്ഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ടൈപ്പ് ഓഫ് എറർ, ഇവിടെ എറർ ആണ്. അൺബയാസ്ഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ടൈപ്പ് ഓഫ് എറർ ഈസ് ഒക്യൂറിംഗ് ഡ്യൂ ടു ചാൻസ്
due to chance difference between the items included in the sample and items not included in the sample. ഇപ്പോൾ സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസും സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന എറേഴ്സിനെയാണ് അൺബയാസ്ഡ് എറർ. അതായത് റിസർച്ചർ അറിയാതെ ഒരുപാട് മിസ്റ്റേക്കുകൾ സാമ്പിളിംഗ് നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് സാമ്പിളിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്തും ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തും എല്ലാം വരും. അപ്പോൾ അങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് അൺബയാസ്ഡ് എറർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് എറേഴ്സ്. ഇതിനെ നമ്മൾ റാൻഡം സാമ്പിളിംഗ് എറേഴ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിങ്ങിൻ്റെയും അതായത് സാമ്പിളിംഗ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിൽ എന്താണ് റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, ഒന്ന് പോയിട്ട് കാണുക. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അതായത് ചാൻസിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടൈപ്പ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാമ്പിൾ ഫ്രെയിം നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സ്നോബോൾ സാമ്പിളിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാം. സ്നോബോൾ സാമ്പിളിംഗ് ഈസ് എ ഫോം ഓഫ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. കൺവീനിയൻറ്റ് സാമ്പിളിങ്ങിൻ്റെ ഒരു ഫോമാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദി റിസർച്ചർ മേക്സ് ഇനീഷ്യൽ കോണ്ടാക്ട് വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who meet the criteria for inclusion in his study. ഓക്കെ, അപ്പോൾ ഇതിൽ അതായത് സ്നോബോൾ സാമ്പിളിങ്ങിൽ റിസർച്ചർ ഒരു ഇനീഷ്യൽ കോണ്ടാക്ട്, അതായത് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് അതായത് റിസർച്ചറിന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് ഒരു ഇനീഷ്യൽ കോണ്ടാക്ട് നടത്തുകയും അവരുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ അവർ പറഞ്ഞിട്ട് വേറൊരാളടുത്ത് പോയി മീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ സാമ്പിൾ സൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. സാമ്പിൾ സൈസ് ഇസ് ദി നമ്പർ ഓഫ് ഐറ്റംസ് ടു ബി സെലക്ടഡ് ഫ്രം ദി യൂണിവേഴ്സ്. യൂണിവേഴ്സ് മീൻസ് പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസിൻ്റെ നമ്പർ, അതായത് സാമ്പിളിൻ്റെ നമ്പറിനെയാണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സാമ്പിളിംഗ് പ്രൊസീജിയർ ക്യാരിഡ് ഔട്ട് ഇൻ സെവറൽ സ്റ്റേജസ്. ഒരുപാട് സ്റ്റേജസിലൂടെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിൽ സാമ്പിളിനെ ചൂസ് ചെയ്യുന്നത്. ദി പോപ്പുലേഷൻ ഈസ് റിഗാർഡഡ് ആസ് മെയ്ഡ് അപ്പ് ഓഫ് എ നമ്പർ ഓഫ് ഫസ്റ്റ് സ്റ്റേജ് സാമ്പിളിംഗ് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നല്ലൊരു സാമ്പിളിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ സാമ്പിൾ മസ്റ്റ് ബി അൺബയാസ്ഡ് ബൈ ദി സാമ്പിളിംഗ് പ്രൊസീജിയർ. സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അൺബയാസ്ഡ് ആയിരിക്കണം, അതായത് സാമ്പിളിംഗ് പ്രൊസീജിയറിൽ അൺബയാസ്ഡ് ആയിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി സഫിഷ്യൻ്റ്ലി ലാർജ് ബട്ട് ആസ് എക്കണോമിക്കൽ ആസ് പോസിബിൾ. അത് നമുക്ക് സഫിഷ്യൻ്റ്ലി ലാർജ്, അതായത് പറ്റ സ്മോൾ നമ്പർ ഓഫ് സാമ്പിളിന് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് എക്കണോമിക്കൽ ആവുന്ന രീതിയിൽ, അതായത് നമ്മളുടെ റിസർച്ചിൻ്റെ കോസ്റ്റ് കൂടാത്ത രീതിയിൽ നമ്മൾ അത്യാവശ്യം വലിയ സൈസിൽ തന്നെ നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ആക്യുറേറ്റ് ഡാറ്റ കിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് എ സാമ്പിൾ മസ്റ്റ് ബി ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ്. സാമ്പിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം, അത് ആക്യുറേറ്റ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ആഡിക്വേറ്റ് സാമ്പിൾ സൈസ് മസ്റ്റ് ബി ടേക്കൺ കൺസിഡറിങ് ദി ഡിഗ്രി ഓഫ് precision required in the results of inquiry. Then it must be taken at random so that every member of the population has an equal chance of selection. അപ്പോൾ റാൻഡം ആയിട്ട് വേണം നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യാൻ. കാരണം എല്ലാവർക്കും ഈക്വൽ ചാൻസ്, സാമ്പിളിൽ ഉൾപ്പെടാനുള്ള ഈക്വൽ ചാൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദി എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് സാമ്പിൾ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ നോൺ സാമ്പിളിംഗ് എറേഴ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സാമ്പിളിംഗ് എറേഴ്സും അതിൻ്റെ ടൈപ്സും നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് നോൺ സാമ്പിളിംഗ് എറർ. ദെൻ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി ഒക്കേർഡ് ഇൻ എനി സർവേ വെദർ എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓർ സാമ്പിളിംഗ്. അപ്പോൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എപ്പോഴൊക്കെ റൈസ് ചെയ്യാം? ഇൻ എനി സർവേ, ഏതൊരു സർവേയിലും നോൺ സാമ്പിളിംഗ് എറേഴ്സ് എറൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് എന്ന് പറയുന്നത് വെദർ എ കംപ്ലീറ്റ് എന്യൂമറേഷൻ. കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസസ് ആണ്. അപ്പോൾ ഒരു സെൻസസ് സർവേ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സാമ്പിളിംഗ് സർവേ ആണെന്നുണ്ടെങ്കിലും ഏത് സമയത്തും ഒക്കർ ചെയ്യുന്ന എറേഴ്സിനെയാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് മിസ്റ്റേക്സ് ആൻഡ് ബയാസസ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന അല്ലെങ്കിൽ റിസർച്ചറിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിന് വരുന്ന മിസ്റ്റേക്കുകളും
അവരുടെ ബയാസുകളാണ് ഇതിൽ എറേഴ്സ് ആയിട്ട് വരുന്നത്. മിസ്റ്റേക്സ് മേ ബി കമ്മിറ്റഡ് അറ്റ് ദി ടൈം ഓഫ് ടാബുലേഷൻ. മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അറ്റ് ദി ടൈം ഓഫ് ടാബുലേഷൻ. ടാബുലേഷൻ്റെ ടൈമിലാണ് മിസ്റ്റേക്സ് ഉണ്ടാവുക. Okay, then it can occur at every stage of planning and execution of the census or sample survey. Okay, അപ്പോൾ ഇറ്റ് ക്യാൻ ഒക്കർ അറ്റ് എവരി സ്റ്റേജ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദി സർവേ. അപ്പോൾ സർവേൻ്റെ ഏതൊരു സ്റ്റേജിലും നമുക്ക് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്? ടാബുലേഷൻ്റെ കേസിലോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് നമ്മളൊരു സാമ്പിളിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സാമ്പിളിംഗ് നടത്തുന്ന ഇപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സാമ്പിളിംഗ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ മെത്തേഡ്സോ മറ്റു കാര്യങ്ങളോ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴോ അപ്പം അങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് വരാൻ സാധ്യത ഉണ്ട്? ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്താ പറയുന്നത്? ഇറ്റ് ക്യാൻ ഒക്കർ അറ്റ് എവരി സ്റ്റേജ്. ഏതൊരു സ്റ്റേജിലും നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യാം അറ്റ് എവരി സ്റ്റേജ് ഓഫ് പ്ലാനിങ് എക്സിക്യൂഷൻ ഓഫ് ദി സെൻസസ് ഓർ സാമ്പിൾ സർവേ. അപ്പോൾ സെൻസസ് സർവേ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ, അതേപോലെ തന്നെ സാമ്പിൾ സർവേ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് നോൺ സാമ്പിളിംഗ് എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇറ്റ് ടെൻസ് ടു ഇൻക്രീസ് വെൻ ദി സാമ്പിൾ സൈസ് ഈസ് ഇൻക്രീസിങ്. സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നോൺ സാമ്പിളിംഗ് എറേഴ്സ് മേ ഒക്കർ ഫ്രം വൺ ഓർ മോർ ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് നിന്നാണ്, ഏതൊക്കെ ഘടകങ്ങളിൽ നിന്നാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമത്തേത് എന്താ പറയുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, നമ്മുടെ സ്റ്റഡിക്ക് ആപ്റ്റ് അല്ലെങ്കിൽ ആ കേസിൽ നമുക്ക് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യും. ദെൻ രണ്ടാമത്തെ കേസ്, ഇൻആഡിക്വസി ഓഫ് ഡാറ്റ സ്പെസിഫിക്കേഷൻ. ഡാറ്റ സ്പെസിഫൈ ചെയ്തത് ഒരു കൃത്യത ഇല്ലാത്ത ഡാറ്റ സ്പെസിഫിക്കേഷൻ, നമ്മളുടെ ഡാറ്റ സ്പെസിഫൈ ചെയ്യുന്നത് വ്യക്തത ഇല്ലെങ്കിലും അവിടെ എന്ത് വരാനുള്ള സാധ്യത ഉണ്ട്? നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ദെൻ നെക്സ്റ്റ് കേസാണ് പറയുന്നത് inaccurate or unsuitable method of interview, observation or measurement with inadequate or vague schedule. അപ്പോൾ ഇന്നാക്യുറേറ്റ് അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ മെത്തേഡ്സ് ഓഫ് ഇൻ്റർവ്യൂ. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഇൻ്റർവ്യൂ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല എങ്കിൽ അല്ലെങ്കിൽ ഇന്നാക്യുറേറ്റ് ആണ്. അതേപോലെ തന്നെ ഒബ്സർവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇന്നാക്യുറേറ്റ് ഒബ്സർവേഷൻ ആണ്, അല്ലെങ്കിൽ മെഷർമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇന്നാക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ അതിന് സെലക്ട് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആപ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ കേസിലൊക്കെ നമുക്ക് എന്ത് സംഭവിക്കാം? നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇനാഡിക്വേറ്റ് ആയിട്ടാണ്. നമ്മൾ നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ നല്ല രീതിയിൽ അതിനെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേഗ് ഷെഡ്യൂൾ, ഒരു തെറ്റായിട്ടുള്ള ഷെഡ്യൂളാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്കിൽ ആ കേസിലൊക്കെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ലാക്ക് ഓഫ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. അപ്പോൾ ട്രെയിൻഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ അഭാവം, അതും നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യും. ദെൻ എറേഴ്സ് കോസ്ഡ് ഡ്യൂ ടു നോൺ റെസ്പോൺസ് ഓഫ് റെസ്പോണ്ടൻസ്. ഇപ്പോൾ റെസ്പോണ്ടൻസ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അവരുടെ റെസ്പോൺസ് നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ്, അതായത് അവരുടെ കോപ്പറേഷൻ ഇല്ലായ്മ, അവരുടെ സഹകരണം കുറവാവുക, അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന റെസ്പോൺസ് ആക്യുറേറ്റ് അല്ലാതിരിക്കുക, കൃത്യത ഇല്ലാത്തൊരു റെസ്പോൺസാണ് തരുന്നത്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് നമ്മളടുത്ത് കോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഇവിടെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ദെൻ എറേഴ്സ് ഒക്കറിങ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ്. ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒക്കർ ചെയ്യുന്ന എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്, നോൺ സാമ്പിളിംഗ് എറേഴ്സിൻ്റെ മീനിങ്ങും അതേപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്ക് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കർ ചെയ്യുന്നതെന്നുള്ളതുമാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്, അതേപോലെ തന്നെ ഷോർട്ട് എസ് ആയിട്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്, അതിൻ്റെ മെറിറ്റ്, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ സാമ്പിളിംഗ് ഡിസൈൻ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ എന്താണ്, അതിൻ്റെ ടെക്നിക്സ്, പ്രൊബബിലിറ്റി, നോൺ പ്രൊബബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്
സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.